ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രചന ആകാശിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ താൻ ഇങ്ങോട്ട് വന്ന് താൻ എനിക്കൊരു കോഫി എടുത്തായോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് രചന ചോദിക്കുന്നുണ്ട്, ആ കാർ എന്താ അങ്ങനെ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഞാനത് അവിടെ നിന്ന് മാറ്റിയില്ല. അങ്ങനെ രചന ആ കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ചിപ്സും പാക്കറ്റൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ അത് എടുത്തിട്ട് പറയുകയാണ്, ഇത് ആദിയുടെ ഫേവറേറ്റ് ചിപ്സ് ആണല്ലോ, അപ്പോൾ ഇതെങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആകാശ് പറയണത്, ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ ചിപ്സ് വാങ്ങിച്ചിട്ട് കാർമ ചാരി നിന്നിട്ട് കഴിച്ചു, അപ്പോഴാണ് ബസ് വന്നത്, അതുകൊണ്ടാണ് അതവിടെ കിടക്കണേന്ന് പറയും കേട്ടോ. ആണോ എന്ന് പറഞ്ഞിട്ട് രചന സംശയത്തോടുകൂടി നോക്കുകയാണ് കേട്ടോ. ആകാശനാണെന്നുണ്ടെങ്കിൽ ആകെ പേടിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രചന അകത്തേക്ക് പോകും. ആകാശാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു കാറ് ഇടിച്ച് ആദ്യം തെറിച്ച് വീഴുന്നൊരു ഭാഗം ആലോചിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ്. ഈ സമയത്ത് മഹേഷ് ആണെന്നുണ്ടെങ്കിൽ പിന്നിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലെ ആ ദേഷ്യം വന്നപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞെന്നുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അത്രയും നേരം കാണാതാവുമ്പോൾ പിന്നെ ദേഷ്യം വരൂല എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഇഷിത ദേഷ്യം പിന്നെ മോണോപ്പൊളിയാണല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കാത്തത് പ്രതിഷേധത്തിൻ്റെ ഭാഗമാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വിശപ്പില്ലാത്തതും പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറയും. അപ്പോൾ വീണ്ടും മഹേഷ് ഇങ്ങനെ പിന്നിൽ കൂടെ നടന്നിങ്ങനെ തെറ്റ് എന്തായാലും മാപ്പ് പറയണമല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴേക്കും ഒരു ഫോൺ കോൾ വരികയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എമർജൻസി ആണെന്നുണ്ടെങ്കിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റിക്കോളാനൊക്കെ പറയുകയാണ്. അതിന് ശേഷം വന്നിട്ട് ഇഷിത പറയുകയാണ് മഹേഷിനോട്, അതെ ഞാൻ ചിലപ്പോൾ നേരം വൈകും വരാൻ, ചിലപ്പോൾ വരാൻ പറ്റില്ല എന്നും വരും, അതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമാണെന്ന് പറയട്ടോ. അപ്പോൾ മഹേഷും ചോദിക്കുന്നുണ്ട്, ഇന്നലെ ആരുടെ കൂടെയാണ് സംസാരിച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മനോടും ചേച്ചിനോട് ചോദിക്കായിരുന്നില്ലേ, അവർ പറയുന്നത് എനിക്ക് എൻ്റെ കാമുകനാണെന്നല്ലേ. എനിക്ക് കാമുകന്മാരുള്ളത് എനിക്കറിയില്ല, പക്ഷെ അവർക്കറിയാം, അവരോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത പറയാണ്, ഞാൻ പോകാണെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പോകാൻ കേട്ടോ. മഹേഷാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമത്തിൽ നിൽക്കുന്നുണ്ട്. ഇതേസമയം പ്രിയാമണിയാണെന്നുണ്ടെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇത് ശരിയാവില്ല, ഞാൻ വളർത്തിയതിൻ്റെ കുഴപ്പമാണെന്ന് പറയുന്നുണ്ട്. ഇഷുവിന് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇത് ചോദിക്കുക വേണം, മാഷിങ്ങനെ വളർത്തി കൊഞ്ചിച്ച് ലാളിച്ച് വഷളാക്കിയതാണെന്നൊക്കെ പറയുകയാണേ. അന്നേരം മാഷിനാണെന്നുണ്ടെങ്കിൽ വിഷമം കൊണ്ടിട്ട് ഇഷ്ടത്തിനോട് ദേഷ്യപ്പെടേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഇത് ഇത്ര വലിയ സീരിയസ് ആക്കി എടുക്കണമെന്ന് നോക്കുമ്പോൾ വേണം, അതെ എന്നെയാണ് സ്വപ്നവല്ലി ഈ വഴക്ക് പറഞ്ഞത്, എനിക്കാണ് കൊണ്ടത്, ഞാനല്ലേ അവളെ വളർത്തി വലുതാക്കിയത്, അപ്പോൾ പിന്നെ താൻ സംസാരിച്ചാൽ പോരെ എന്ന് പറയും കേട്ടോ. അപ്പോൾ പറഞ്ഞു, മാഷും അവളുടെ അച്ഛനല്ലേ, അപ്പോൾ മാഷ് സംസാരിക്കണം എന്നൊക്കെ പറയും. ഈ സമയത്ത് ഇഷു വരികയാണ് കേട്ടോ. ഇഷു വരുമ്പോൾ തന്നെ പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കണാകുമ്പോൾ തന്നെ ഇഷുവിന് എന്തോ ഒരു എല്ലായൊക്കെ തോന്നും കേട്ടോ. അപ്പം മാഷ് ഇങ്ങനെ വന്നിട്ട് ഇഷിതയുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കും, ഇന്നലെ നേരം വൈകിയല്ലേ വരാൻ ചോദിക്കുമ്പോൾ, അതെ എത്ര മണിക്കാണ് വന്നത്, 3 മണിക്ക്, വൈകിട്ടോ അതോ രാത്രിയോ, രാത്രി. അപ്പോൾ മഹേഷിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമല്ലേ 3 മണിക്ക് വരുള്ളൂ എന്ന്. ഇല്ല, പറയാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. എന്താ പറയാൻ പറ്റാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. പറയാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല എന്ന് പറയും. സ്വന്തം ഭർത്താവിനെ വിളിച്ച് നേരം വൈകുന്നു പറയാൻ പറ്റാത്ത എന്ത് സാഹചര്യമാണ് നിനക്കുള്ളതെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചൂടാവണേ. പെട്ടെന്ന് ഇഷിത അങ്ങോട്ട് ആകെ വല്ലാണ്ട് ഇങ്ങനെ മാഷിനെ തന്നെ നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ നിന്നെ കെട്ടിച്ച് വിട്ടതാണ്, അപ്പോൾ നിനക്ക് ആ വീട്ടുകാരുടെ ഉത്തരവാദിത്തമുണ്ട്, നീ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, നീ നേരം വൈകിട്ടുണ്ടെങ്കിൽ അത് അവർ വിളിച്ച് പറയാനുള്ള മര്യാദ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് പ്രിയാമണിയും വന്നിട്ട് പറയുന്നുണ്ട്, നീ ചെയ്തതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ, നിന്നെ വളർത്തി വഷളാക്കി എന്നാണ് അവർ പറയുന്നതെന്നൊക്കെ പറയും. ഈ സുജിയും പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ഇക്കാര്യത്തിൽ ഇളയമരുടെ കൂടെയാണെന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, പ്രിയാമണി പറയാണ്, നീ ചെയ്യുന്നത് ശരിയല്ല, നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ മതിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണേ. ആ സമയത്ത് ഇഷിതയാണെന്നുണ്ടെങ്കിൽ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഒഴുകുന്നുണ്ട് കേട്ടോ. കാര്യമൊന്നും അന്വേഷിക്കാൻ അവർ കൂട്ടാക്കുന്നില്ലല്ലോ. എന്നിട്ട് മാഷ് പറയും, അതെ ഇതിനൊരു ലിമിറ്റ് ഉണ്ട്, ഈ ലിമിറ്റ് കടന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല, ഞാൻ ഇന്ന് വരെ ഒരാളുടെ മുന്നിൽ തല കുനിക്കേണ്ടി വന്നിട്ടില്ല, അങ്ങനെ ഒരു തല കുനിക്കേണ്ട അവസ്ഥയിലേക്ക് നിർത്തിയത് ആരാണ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇഷിതനോട്. അച്ഛാ അത് പിന്നെ എന്ന് പറയാൻ, നീ ഒന്നും പറയണ്ട, നീ ചെയ്തത് ശരിയല്ല, നീ ചെയ്തത് ശരിയാണെന്ന് നീ വിചാരിക്കാൻ വേണ്ട, ഒരാളുടെ മുന്നിൽ ഞാൻ തല കുനിക്കേണ്ടി വന്നിട്ടില്ല, ഇന്ന് അപമാനത്തോടു കൂടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും അവരുടെ മുന്നിൽ താനെ കുളിച്ച് നിൽക്കേണ്ടി വന്നു, നിന്നെ വളർത്തി വഷളാക്കിയത് ഞങ്ങളാണെന്നാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതയാണെന്നുണ്ടെങ്കിൽ സങ്കടത്തോടു കൂടിയിട്ട് കരഞ്ഞു പോകട്ടെ. ഇത് കണ്ടിട്ട് മാഷ്ക്ക് വിഷമാവണം. എൻ്റെ മോളുടെ മുഖം കണ്ടില്ലേ, ആകെ വാടിപ്പോയി, കരഞ്ഞുകൊണ്ടാണ് പോയത്, എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പ്രിയാമണിയും പറയുന്നുണ്ട്, അവൾക്ക് നല്ല സങ്കടമുണ്ട്, എനിക്ക് അവളുടെ സങ്കടം കാണാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേഗം തന്നെ അകത്തേക്ക് പോകുകയാണ്. രണ്ടുപേർക്കും ഇങ്ങനെ സങ്കടം കാണുമ്പോൾ സുജി വന്നിട്ട് പറയുന്നുണ്ട്, ഞാനും ഇത്തിരി നിയന്ത്രിക്കണമായിരുന്നു, ഞാനിത്തിരി ശ്രദ്ധിക്കണമായിരുന്നു, ഞാൻ പിന്നെ ഇളയമയുടെ ഭാഗത്ത് നിന്നെന്ന് പറയുന്നത് ഇഷിതേച്ചിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ഇതിപ്പോൾ അതൊരു വലിയ പ്രശ്നമായല്ലോ എന്ന് പറയട്ടെ, നീ എന്തായാലും പ്രിയാമണിയുടെ അടുത്തേക്ക് ചെല്ലുമെന്ന് പറയും കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് എത്തിയാണ് കേട്ടോ. ഇഷിത ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ഡോക്ടർ വരും. ഇന്നലത്തെ സ്റ്റേജ് എന്താണ് ഡോക്ടർ, എന്താണ് ഇന്നലത്തെ ഞാൻ പോയതിന് ശേഷമുള്ള പ്രശ്നങ്ങളെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ആ കുട്ടിക്ക് ബ്രെയിൻ ഇഞ്ചറിയാണ് സംഭവിച്ചിട്ടുള്ളത്,
വണ്ടി ആക്സിഡൻ്റ് ആയി തലയിടിച്ചിട്ടാണ് വീണിട്ടുള്ളത്. അപ്പോൾ തലയ്ക്ക് ചെറുതായിട്ട് സ്ക്രാച്ചസ് ഉണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആകെ വിഷമാവട്ടെ ഇഷിതയ്ക്ക്, ഇതൊരു വലിയൊരു പ്രശ്നമാണല്ലോ ഡോക്ടർ, നമ്മളിനി എന്ത് ചെയ്യുന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. പിന്നെ കുട്ടിക്ക് ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞത് ഒരു ദുഃഖകരമായ വാർത്തയാണെന്ന് പറയട്ടെ. എന്താ ഡോക്ടർ, എന്താ പറയുമെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് കഴിഞ്ഞു പോയതൊന്നും ഓർമ്മയില്ല. ആരാണ്, എന്താണ്, എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ആ കുട്ടിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോകാണ് ഇഷിത. ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ഇത് കുറേ നാളത്തേക്ക് അങ്ങനെ തന്നെ ഉണ്ടാവുന്നല്ല, ചിലപ്പോൾ മാറുമായിരിക്കും, ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടൊക്കെ മാറുമായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതേ സമയം ആദ്യമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങനെ നോക്കാൻ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ആ സമയത്ത് ഇഷിത വരികയാണ് കേട്ടോ. ഇഷിത വന്നിട്ട് ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ ഇഷിതനോട് ചോദിക്കുകയാണ്, ആരാ, അമ്മയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അല്ലല്ലോ എന്ന് പറയും കേട്ടോ. അതെ അമ്മ തന്നെയാണ്, എനിക്കറിയാം, എന്നെ പറ്റിക്കാൻ വേണ്ടി പറയല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇഷിതയ്ക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വരികയാണ് കേട്ടോ. എന്നിട്ട് ആദ്യം പറയും, എന്താ അമ്മയുടെ എന്നെ ഒറ്റയ്ക്കാക്കിയത്, എന്നെ ഒറ്റയ്ക്കാക്കല്ലേ അമ്മേ, എനിക്ക് പേടിയാവുന്നു, ഒറ്റയ്ക്കാക്കി പോകരുത് അമ്മയെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. കെട്ടിപ്പിടിക്കുമ്പോൾ ഇഷിതയ്ക്ക് ആകെ സങ്കടം വന്നിട്ട് ഇഷിത അങ്ങനെ കരയാണ് കേട്ടോ. മോനെ കരയല്ലേ എന്ന് പറയട്ടോ. എനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോനൊന്നും ഓർമ്മയില്ലേ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ആരും ഇല്ലേ, ഞാൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ മോനെ അമ്മ മാത്രമല്ല എല്ലാവരും ഉണ്ട് മോനെ സ്കൂളിലേക്ക് സൈക്കിളിലല്ലേ പോകുന്നത്, സൈക്കിളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മറിഞ്ഞു വീണു, അപ്പോൾ തലയ്ക്കൊന്ന് സ്ക്രാച്ച് വീണു, അതുകൊണ്ട് മോന് ഓർമ്മ പോയതാണ്, അത് കുറച്ച് സമയം കഴിയുമ്പോൾ ശരിയാവും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം ഞാൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു സ്കൂളിൻ്റെ പേരൊക്കെ ഇഷിത പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ എന്നെ ചികിത്സിക്കുന്നത് ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വരുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയും മോനും ആയോ ഇപ്പോൾ എന്ന് ചോദിക്കുകയാണേ. ഇതെൻ്റെ അമ്മയാണ് ഡോക്ടർ എന്ന് പറയാൻ കേട്ടോ. അതെ, അത് എന്തായാലും അത് നന്നായി എന്നിങ്ങനെ ഇഷിതനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഡോക്ടർ. എന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഡോക്ടർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തായാലും അമ്മ എൻ്റെ കൂടെ വായു, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇഷിതനെ വിളിച്ച് പോകട്ടോ. മോനെ ഇവിടെ ഇരിക്കുക, അമ്മ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോകും. എന്നിട്ട് ഇഷിതനോട് ഡോക്ടർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇന്നത്തെ പ്രൊസീജിയർ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഡോക്ടർ. അപ്പോൾ ഇതൊരു ആക്സിഡൻ്റ് ആണെന്ന് നമുക്ക് പോലീസിൽ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട ഡോക്ടർ, ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, നമ്മുടെ ആശുപത്രിയുടെ തകർച്ച കാണാനിരിക്കുന്ന ആളാണ് ഹെൽത്ത് മിനിസ്റ്റർ, അപ്പോൾ പിന്നെ നമ്മളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവില്ലെന്ന് ചോദിക്കണം. അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും കുട്ടിയുടെ മാതാപിതാക്കൾ കാണാനില്ല എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടോ ഒരു പോലീസിൽ കേസ് കൊടുക്കുകയോ പത്രത്തിൽ പരസ്യം കൊടുക്കുകയോ ചെയ്യുമല്ലോ, അപ്പോൾ നമുക്ക് റെസ്പോണ്ട് ചെയ്താൽ പോരെയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ മതിയോ? അങ്ങനെ മതി ഡോക്ടർ, എന്തായാലും ഈ കുട്ടിക്ക് ബന്ധുക്കളൊന്നും ഇല്ല എന്നല്ല ഇപ്പം ആ കുട്ടി വിചാരിച്ചിരിക്കുന്നത്, ഈ കുട്ടിക്ക് എന്തായാലും ഒരാൾ വേണം, ഇവിടെ എന്തായാലും ഒരു റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടിക്ക് വേണ്ടിയിട്ടെന്നൊക്കെ ഡോക്ടർ പറയും കേട്ടോ. പക്ഷേ അത് എത്ര നാളെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. എന്തായാലും ഈ കുട്ടിയുടെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം ഡോക്ടർ എന്ന് പറയാൻ കേട്ടോ. ഡോക്ടർക്ക് ഒരു കുട്ടികളെ കാണുന്നത് ഡോക്ടറുടെ മക്കളായിട്ടാണ്, അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടീനെ ഓർമ്മ വന്ന് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർക്ക് അത് പ്രശ്നമാവുകയും ചോദിക്കണം. ഇല്ല ഡോക്ടർ, എനിക്ക് ആ കുട്ടിയുടെ ഓർമ്മ ഒന്ന് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഡോക്ടർ പോയി കഴിഞ്ഞ ശേഷം ഇഷിതയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് കേട്ടോ. അപ്പോൾ ഇഷിത ചോദിക്കണേ, ആക്സിഡൻറ്റോ ഇന്നലെ രാത്രിയോ, എൻ്റെ കാർ ആ വഴി പോയിട്ടുണ്ടോന്നോ? ഇല്ല, എൻ്റെ കാർ ആ വഴി പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനോട് കൂടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്.